എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ എപ്പിസോഡിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഫൈനൽ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഈ ഫേസും നെക്കും പിന്നെ അതിൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പം നമുക്കിത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഈ ഫേസിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് ടോൺ ആയിരിക്കും ചെയ്യേണ്ടാവുക. അപ്പോൾ അത് കുറച്ച് നല്ല ടൈം എടുത്ത് വൃത്തിക്ക് ചെയ്താലേ ഉള്ളൂ സ്പ്രെഡ് ആവാണ്ട് നിൽക്കുക. അപ്പം ഞാൻ പറയുന്നതിന് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാൾ ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന് വരയ്ക്കുക. അതാ പെയിൻറ്റൊക്കെ വേറെ പെയിൻറ്റൊക്കെ അടിപൊളി പെയിൻറ്റൊക്കെ വാങ്ങി സൂപ്പറാ. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. നല്ലോണം ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫേസ് ചെയ്യാം. ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പേർഷ്യൻ ബ്ലൂവും സാപ്പ് ഗ്രീനും കൂടി വേണം മിക്സ് ചെയ്യുന്നത്. അത് രണ്ടും ഒരേപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ്. രണ്ടും ഒരേ അളവ് ഒരു ഷെയ്ഡ് വരുന്നത് എപ്പോഴാണോ നല്ല ഗ്രീനും ഒരു ബ്ലൂവും കൂടി ടച്ച് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ ഫേസിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കിട്ടും പോലെ കുറച്ച് ബ്ലൂ കൂടും ഒരു 2:1 റേഷ്യോയിൽ ഞാൻ കളർ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കളർ ഞാൻ മിക്സ് ചെയ്ത് ആദ്യം ലൈറ്റായിട്ട് തന്നെ അടിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ഈ ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷനും പിന്നെ ഈ ഷാഡോ വരുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് ഡാർക്കൺ ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ കളറ് ചെയ്യാം. അപ്പം അത് നോക്കി ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഭാഗങ്ങൾ ചെയ്യേണ്ടതും പിന്നെ ഏതൊക്കെ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യണം, ഏതൊക്കെ ഭാഗത്തിൽ ലൈറ്റ് ചെയ്യണം, പിന്നെ ഏതൊക്കെ ഭാഗത്തിൽ ഡാർക്കൺ ചെയ്യണം ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ടാണ്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഈ ഒരു ഷെയ്ഡാട്ടോ കളറ് വേണ്ടത്. ഈ ഒരു കളറ് ആണ് ഞാൻ ഫേസിന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് കളർ ഇങ്ങനെ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ട് ഇതുപോലെ ഞാൻ വരയ്ക്കുന്ന പോലെ ലൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും നമുക്കിനി കളർ കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ. എനിക്ക് എന്തായാലും ഞാൻ വിചാരിച്ച കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രഷിലെടുത്ത് എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഇയറാണ് ചെയ്യുന്നത്. ഇയറൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം അത് റെഡിയാവും. എനിക്ക് ആദ്യം തന്നെ ഇയർ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചൊരു കംഫർട്ട്. ചിലർക്ക് ഫോർഹെഡ് ആയിരിക്കും, ചിലർക്ക് നെക്കായിരിക്കും. നെക്ക് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഫോർഹെഡിൽ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. നെക്കിൽ നിന്ന് മേലോട്ട് പോകുക പറഞ്ഞാൽ നമ്മളെ കയ്യിലും ഒക്കെ ആവും, പിന്നെ സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇയറിൽ നിന്നാണ് ഞാനിപ്പോൾ തുടങ്ങിയത്. അപ്പോൾ അത് ഇയറിൽ ആ ലൈൻ വരുന്ന ഭാഗമൊക്കെ ഞാൻ നല്ലോണം ഈ കളർ ചെയ്തിട്ട് പിന്നെ ബ്രഷ് നനച്ചിട്ട് ആ ലൈന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ അത് ഈ ലൈനിൽ മാത്രമാണ് ഡാർക്കൺ ചെയ്യുന്നത്. പുറത്ത് വണ്ടീൻ്റെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. ഇവിടെ റോഡ് സൈഡിലാണ് വീട്. അപ്പം നമുക്ക് ആ ചെവീൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് കളറ് ചെയ്ത് കൊടുക്കാം. ഒരു സെക്ഷൻ ഞാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആ മടക്കും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇയറിൻ്റെ ഭാഗം രണ്ടും കഴിഞ്ഞ് ഇനി നമുക്ക് ഫോർഹെഡ് ചെയ്യാം. ഫോർഹെഡും അതുപോലെ തന്നെ ഡാർക്കൺ വേണ്ട കളറും കൊടുക്കാം. ഞാനിതിപ്പം എന്താ പറയുക പൊട്ടിൻ്റെ ഡ്രൈ ആയ ശേഷം മാത്രമേ കുറച്ച് ഡാർക്കൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഷെയ്ഡാണ് ഞാൻ അതും കൂടി ഒന്ന് അധികം ഇരുണ്ട് ചെയ്തിട്ടുണ്ട. അധികം ഡാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ് നമുക്ക് കാണാനൊരു രസം ഉണ്ടാവില്ല. നന്നായിട്ട് ഡാർക്കൺ ചെയ്ത് കിടക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് പോലെ വന്നിട്ട് പക്ഷേ ഈ കളറാണ് ബാക്കി എല്ലാ ഭാഗത്തും കൊടുക്കുന്നത്. അപ്പം ഞാനത് അടുത്ത ഇയറും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കത് എല്ലാം വലിച്ച് സ്പ്രെഡ് ചെയ്ത് ആ ഇയറൊന്ന് 2 ഇയറും കംപ്ലീറ്റ് ചെയ്യാം.
അങ്ങനെ ഞാൻ ഫേസും നോസും എല്ലാ ഭാഗവും ലിപ്സിൻ്റെ സൈഡിലും എല്ലാ ഭാഗവും മൊത്തമായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഞാനിപ്പം ഫസ്റ്റ് ടോണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ടോണും കൂടിയാണ് ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ടോണും കൂടി ഇട്ട ശേഷമാണ് നമ്മൾ എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ടതും എന്താ പറയുക ഡാർക്ക് ചെയ്യേണ്ട സ്ഥലം ഡാർക്കൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ച്. അപ്പോൾ നമുക്ക് ഇനി ഈ കുറച്ച് ഭാഗം കൂടി ഔട്ട്ലൈൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് മറ്റേത് ഉണങ്ങുമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ഞാൻ മറ്റേ ലോങ് ഹെയർ ബ്രഷ് തന്നെയാണ് എടുത്തത്. 00 ബ്രഷാണ് എടുത്തത്. ബ്ലാക്ക് ആൻഡ് പെയിൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ഔട്ട്ലൈൻ ചെയ്തു. ഇനി ഞാൻ കണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കണ്ണിന് ബ്ലാക്ക് കളർ കൊടുത്തു. ബ്ലാക്ക് കളർ കൊടുത്ത ശേഷമാണ് അതൊന്ന് ഡ്രൈ ആയിട്ട് ലിപ്സ് ചെയ്തു. ലിപ്സിനൊന്നും വേറെ കളർ മിക്സ് ചെയ്തില്ല, നേരെ സ്കാരറ്റിലേക്ക് അങ്ങോട്ട് ചെയ്തതാണ്. അപ്പം അത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം വെച്ചു. അതിനുശേഷം ഞാൻ ബാക്കി കുറച്ചും കൂടി ഔട്ട്ലൈൻ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ സ്മൈലി പോലെ കൊടുക്കാനുണ്ടായിരുന്നു. അവൾ ജസ്റ്റ് കുറച്ച് കളർ അവിടെ കൊടുത്തിട്ട് നല്ല വാട്ടർ വെച്ച് സ്പ്രെഡ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഔട്ട്ലൈൻ ചെയ്യാണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് ചെയ്തു. പിന്നെ ഈ ഗ്രീൻ സ്റ്റോണിനൊക്കെ ഗ്രീൻ കളർ പെയ്ഡ് കോട്ട് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നേരെ ആ പെയിൻ്റ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക മാത്രമേ ചെയ്തത്. പിന്നെ ഞാൻ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഞാൻ അതുപോലെ തന്നെ 3 ലെയറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഔട്ടർ ലെയറായിട്ട് ബ്ലാക്കും പിന്നെ ആഷ് പിന്നെ ബ്ലാക്ക് പിന്നെ വൈറ്റ് ഒരു സ്പോട്ട് പോലെയാണ് കൊടുത്തത്. അപ്പം ആഷ് കളർ കൊടുക്കേണ്ടവർക്ക് ആഷ് കളർ കൊടുക്കുക. ചില ആൾക്കാർ ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുക. ഞാനിവിടെ കണ്ണിന് ആഷ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആഷ് ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഞാൻ ഇത്തിരി ബ്ലാക്കിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്താണ് ആഷ് കൊടുത്തത്. അതുപോലെ തന്നെ വൈറ്റ് പ്ലെയിൻ ബ്രഷിൽ വൈറ്റ് എടുത്ത് ചെറിയൊരു സ്പോട്ടും കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ലിപ്സിൻ്റെ അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്തു. അപ്പോൾ അതാ റെഡിയായി. അപ്പോൾ അതാ എൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കണ്ണൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കണ്ണ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വൈറ്റ് കൊടുത്തുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി ബ്ലാക്ക് റൊട്ടേറ്റ് ആ പോർഷനിൽ കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വൈറ്റ് ചെയ്താൽ മതി. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി എൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പം എല്ലാവർക്കും ഈ ചിത്രം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇനിയും ഇങ്ങനത്തെ ചിത്രങ്ങളുടെ വീഡിയോ വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്കൊക്കെ എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്നൊക്കെ. അതുപോലെ തന്നെ ഈ ചിത്രം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ കൊടുക്കാം. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു കമൻറ്റ് ചെയ്താൽ മതി. അവർക്ക് ഞാൻ ഈ ചിത്രം അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.